ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഗോപ്രോ ഒക്കെ പൊക്കി പിടിക്കുന്ന ടൈമിലുള്ള ആ ഒരു ടൈനി പ്ലാനറ്റ് എഫക്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ കെയിൻമാസ്റ്ററിൽ എങ്ങനെ നമുക്ക് മാനുവലി ചെയ്തെടുക്കാം എന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യമേ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എങ്ങനത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വൈഡ് ആംഗിൾ ടൈപ്പ് വീഡിയോ, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലുള്ള വീഡിയോ. അതായത് നിങ്ങളൊരു വീഡിയോ എടുക്കുന്ന ടൈമിൽ ആ ഒരു ആളും അതേ കണക്കിന് ആ ഒരു ആൾ നിൽക്കുന്ന ആ ഒരു സ്ഥലവും കൂടെ ഉള്ള ഒരു വീഡിയോ എടുക്കുക. അതല്ലാതെ ആ ഒരു ആളിനെ മാത്രമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈനി പ്ലാനറ്റ് എഫക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ആളും അതേ കണക്കിന് ആ ഒരു ആൾ നിൽക്കുന്ന സ്ഥലവും കൂടെ ചേർത്ത് വൈഡ് ആംഗിൾ ടൈപ്പ് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കെയിൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കെയിൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വന്നതിന് ശേഷം മീഡിയയിൽ പോയ ശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ആവശ്യമില്ലാത്ത പാർട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ആ ഒരു വീഡിയോയിൽ തൊടുന്ന ടൈമിൽ തന്നെ അവിടെ സൈഡിലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിരിക്കും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിരിക്കും. അപ്പോൾ ആ ഒരു ക്രോപ്പിങ്ങിൽ പോകുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് ആ ഒരു മാസ്ക് ഓൺ ആക്കിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിരിക്കും. അപ്പോൾ ആ ഒരു മാസ്ക് ഒക്കെ ഓൺ ആക്കി ഇട്ടതിന് ശേഷം അത് ക്രോപ്പ് ചെയ്ത് റൈറ്റിലോട്ട് വയ്ക്കുക. അതായത് നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ആ ഒരു പാർട്ട് നിങ്ങൾ ക്രോപ്പ് ചെയ്ത്, ഞാനിപ്പോൾ ഇവിടെ ക്രോപ്പ് ചെയ്ത് നടക്കുക, റൈറ്റിലോട്ടൊന്ന് ക്രോപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ റൈറ്റിലോട്ട് ക്രോപ്പ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫെർദർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ആ 50% ഫുൾ അങ്ങ് ഇടുക. അപ്പോൾ 50% ഫുൾ അങ്ങ് ഇട്ടതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് നമ്മുടെ ആ ഒരു വീഡിയോയുടെ റൈറ്റ് സൈഡിൽ തന്നെ കൊണ്ടുവച്ച് അഡ്ജസ്റ്റ് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ റൈറ്റ് സൈഡിൽ തന്നെ താഴോട്ട് പോകുന്ന ടൈമിൽ അവിടെ റൊട്ടേറ്റ് ഓർ മിററിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാതിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ റൊട്ടേറ്റ് അല്ല, മിററിംഗ് ആണ്. അതായത് ഫസ്റ്റ് കിടക്കുന്ന ആ ലെഫ്റ്റ് റൈറ്റ് ആവണം, റൈറ്റ് ലെഫ്റ്റ് ആവണം. സോ ആ ഒരു മിററിംഗ് നിങ്ങൾ ഇവിടെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നും കൂടെ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ആ ഒരു മാക്സിമം ആ ഒരു വീഡിയോയുടെ നല്ല കറക്റ്റായി വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്യാനുള്ളത് കൊണ്ട് നിങ്ങൾ എന്തായാലും നല്ല സൂക്ഷിച്ച് തന്നെ വീഡിയോ എടുക്കുക. അതായത് മാക്സിമം ആ ആൾ നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ ആ ഒരു ആളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ള നോക്കി എടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റ് അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങളത് എക്സ്പോർട്ട് എടുക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ നമ്മുടെ കെയിൻമാസ്റ്ററിൽ ഒരു പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മീഡിയയിൽ പോയതിന് ശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ലെയറിൽ പോകുക. ലെയറിൽ പോകുന്ന ടൈമിൽ അവിടെ എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാതായിരിക്കും. അപ്പോൾ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും താഴോട്ട് പോകുന്ന ടൈമിൽ അവിടെ ഗെറ്റ് മോർ എന്നൊരു ഓപ്ഷൻ കാണാതായിരിക്കും. അപ്പോൾ ആ ഒരു ഗെറ്റ് മോറിൽ പോയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരുന്ന ഈ ഒരു VR 360 എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മുടെ വീഡിയോയിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മാക്സിമൈസ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുക. അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കിട്ടുന്നൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നു കാണും, അതായത് എന്തിനാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്, അതായത് നമ്മുടെ ആ ഒരു മിററിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റെപ്പ് ചെയ്ത് എന്തിനെന്നുള്ളത്. അപ്പോൾ ആ ഒരു മിററിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പ് ചെയ്ത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഒരു ഫോട്ടോയിൽ കറക്റ്റ് ആ ഒരു സർക്കിൾ വന്നിട്ടില്ല, നിങ്ങൾക്കത് കണ്ടാൽ അറിയാം. അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു കറക്റ്റ് സർക്കിൾ വരാത്തതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മിററിംഗ് അവിടെ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് അവിടെ ആ ഒരു കറക്റ്റ് സർക്കിൾ വരാത്തത്. എന്നാൽ നമ്മൾ ആ ഒരു മിററിംഗ് ചെയ്ത സ്ഥലത്ത് കറക്റ്റ് ആ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു റീസൺ എന്ന് വെച്ചാൽ ആ ഒരു മിററിംഗ് ചെയ്തതിൻ്റെ റീസൺ എന്തിനെന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു നമ്മുടെ ആ ഒരു ടൈനി പ്ലാനിൻ്റെ കറക്റ്റ് ആ ഒരു സർക്കിൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു മിററിംഗ് ചെയ്തതെന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കണ്ടന്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നു, അത് എനിക്ക് നിസ്സലായിട്ടുണ്ടെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കുക. അതിൽ പുതുതായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ കണക്കത്തെ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേൺ. അപ്പോൾ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേണോട് താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ബെല്ലൈക്കൺ പ്രസ് ഓൺ അടിച്ച് വിളിതരാ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ റിലേറ്റഡ് കണ്ടന്റ് തന്നെയാണ്. സോ അതുവരെ ബൈ ബൈ.